പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള സ്റ്റോറി എന്ന് പറയുന്ന സിനിമ തന്നെയാണ് ഇപ്പോൾ എവിടെ പോയി കഴിഞ്ഞാലും ചർച്ചാ വിഷയം. വേറെ ഒന്നുമല്ല, കേരളവുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത ഒരു സ്റ്റോറി എന്ന് മാത്രമല്ല, കേരളത്തിലെ ആൾക്കാരാണ് ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള തരത്തിൽ മറ്റുള്ള ആൾക്കാരുടെ മുന്നിൽ ഞാൻ പറഞ്ഞില്ലേ, കേരളത്തെ പറ്റി പോലും അറിയാത്ത ആൾക്കാരുണ്ട്. നമ്മൾ ഇന്ത്യയിൽ തന്നെയുണ്ട്. പല സംസ്ഥാനങ്ങളിലും പോയി കഴിഞ്ഞാൽ കേരള എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ മുകളിലോട്ട് നോക്കിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ മുന്നിലേക്ക് കേരള സ്റ്റോറി പോലെയുള്ളൊരു സിനിമ എത്തിക്കഴിഞ്ഞാൽ അവരൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താ വെച്ചാൽ കേരളം ഇങ്ങനെയാണ്, ഇനി മോനെ അങ്ങോട്ട് പോകണ്ടെന്ന് പറയും. അതായത് കേരളത്തിലേക്ക് പോലെ മക്കളെ നിങ്ങൾ ആരും അങ്ങോട്ട് പോകരുത്, കാരണം കേരളം ഇങ്ങനെയാണ്, അവിടെ പോയി കഴിഞ്ഞാൽ ബീഫും പന്നിയും ഇതെല്ലാം നമ്മളെ കുത്തി കയറ്റിക്കൊണ്ടിരിക്കുന്നതാണ് പറയുന്നത്. അതായത് പൊറോട്ടേൻ്റെ കൂടെ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഇങ്ങനെ കുത്തി കയറ്റാൻ വേണ്ടിയിട്ട് കുറേ ആൾക്കാരുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും എന്ന് പറഞ്ഞാൽ ഇതിനെതിരെ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ, കേരളത്തെ സ്നേഹിക്കുന്നവരെല്ലാവരും, നമ്മൾ മലയാളികളെല്ലാവരും രാഷ്ട്രീയ ഭേദമേനി ഇതിനെതിരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വന്ന ടീമുകൾ തന്നെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ സംസ്ഥാനത്തെ അങ്ങനെ മറ്റുള്ളവരുടെ മുന്നിലേക്ക് ഇല്ലാ കഥകൾ പറഞ്ഞ് നാണം കെടുത്താൻ വേണ്ടിയിട്ട് ഒരുത്തനും കൂട്ടു നിൽക്കരുത് എന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അതായത് മലയാളികളല്ലാത്ത ഏതോ ഒരുത്തൻ, കേരളത്തിൽ വരാത്ത ഏതോ ഒരുത്തൻ ചെയ്ത സിനിമ, അതിൻ്റെ ആദ്യ ഭാഗം തന്നെ നിങ്ങൾ കണ്ടതാണല്ലോ. കേരളമായിട്ട് വേറെ ഏതൊക്കെ സംസ്ഥാനം ഇട്ടൂടെ, ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് നടത്തിയാൽ നിങ്ങൾക്ക് ശരി. ഇവറ്റകൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് വേറെ ഒരു സംസ്ഥാനത്ത് നടത്തിയാൽ ആ സംസ്ഥാനത്തിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് കിട്ടൂടെ. ഇതല്ല, ഇത് കേരളത്തിൻ്റെ സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാൾ കാണാനുണ്ടാവുള്ളൂ. കേരളത്തിൽ മാത്രം ഇത് നടക്കാതുള്ളൂ എന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. കേരളത്തിൽ ഇങ്ങനെയൊന്നും നടക്കൂല എന്ന് എല്ലാവർക്കും അറിയാം. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ചില കുത്തിക്കാഴ്പ്പിനെ നമുക്കൊന്നും പറയാനും പറ്റൂല. ചില കുത്തിക്കാഴ്പ്പിലെ ടീമുകളുണ്ട്, അവറ്റകളുടെ ഇടയിൽ നമുക്കൊന്നും പറയാൻ പറ്റില്ല. അവറ്റകൾ ചിലപ്പോൾ ഇതിനെ അനുഭവിക്കേണ്ടി വരും. അപ്പം ഇങ്ങനെ കേരളത്തെ നാറ്റിക്കാൻ വേണ്ടിയിട്ട് ഒരു സംഘം ഇങ്ങനെ ഇപ്പോഴും ഇവിടെ ഇറങ്ങിയിട്ടുണ്ട്. ആ ഒരു സംഘത്തിനെതിരെ നമ്മൾ പ്രധാനപ്പെട്ട ആൾക്കാരെ പോലെ തന്നെ നമ്മളെ സുജിത്ത് ഭക്തൻ ഭയങ്കരമായിട്ട് അങ്ങ് പ്രതികരിക്കുന്നുണ്ട്, നല്ല രീതിയിൽ പ്രതികരിച്ചിട്ടുണ്ട്. കാരണം ഇമാതിരി കോമാളിത്തരം ഇവിടെ കാണിക്കാൻ പാടില്ല എന്ന് എല്ലാവർക്കും അറിയാം. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേരളത്തെ അപമാനിക്കാൻ വേണ്ടി മാത്രമാണ്, കേരള ജനതയെ തന്നെ അപമാനിച്ച്, അതായത് അവരെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ളൊരു സ്റ്റോറിയാണെന്ന് ഞാൻ പറയുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ട്രെയിലർ വന്നപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, ബീഫും പൊറോട്ടയും കുത്തി കയറ്റിവിടോ. എന്തൊരു മനുഷ്യന്മാരുടെ ഇത്. ഇവറ്റകളൊന്നും എന്താ പറയുന്നത്, ശരിക്കും പറഞ്ഞാൽ ഇവന്മാർക്ക് കേരളത്തിൽ വന്നിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നത്. ആരെങ്കിലും എവിടെയെങ്കിലും കുത്തി കയറ്റും? നിങ്ങളൊന്ന് പറയാറുന്നേ. ഇവിടെ ബീഫും പൊറോട്ടയും കിട്ടിക്കഴിഞ്ഞാൽ തികയാത്തൊരവസ്ഥയാണ് ഇവിടെ മൊത്തത്തിൽ എന്ന് പറഞ്ഞാൽ. അപ്പോഴാണ് കുറേ ആൾക്കാർ. പിന്നെ ചില ആൾക്കാർ ഈ സിനിമയായിട്ട് കണ്ടാൽ പോലെ, എൻ്റെ പൊന്നു മക്കളെ, സിനിമയായിട്ട് കണ്ടാൽ മതി. പക്ഷെ ഒരു കാര്യം ഞാൻ പറയുന്നത്, ഒരു ബന്ധവും ഇല്ലാതെ, അതായത് കേരളവുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാതെ എഴുത്തുകാരും സംവിധായകനും നായികന്മാരും ഒരു ബന്ധവുമില്ല. എന്തെങ്കിലും ഒന്നുമില്ലെങ്കിൽ കേരളത്തിൽ വന്നിട്ട് ഒരു ചായ കുടിച്ചൊരു ബന്ധങ്ങളും വേണ്ടേ? അതുപോലും ഇല്ലാത്ത ചില ടീമുകൾ, ആ ടീമുകൾക്കിട്ട് നല്ല രീതിയിലൊരു താങ്ങ് തന്നെയാണ് സുജിത് ഭക്തൻ കൊടുത്തിരിക്കുന്നത്. അത് വേണം അവിടുന്ന്. ഞാൻ പറഞ്ഞല്ലോ, ഇവറ്റകളുടെ കൂടെ കൂടിയിട്ട് കേരളത്തെ തകർക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന കുറേ എണ്ണമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, അങ്ങനെ നീയൊന്നും സൂഹിക്കണ്ടടാ, അങ്ങനെ നീയൊന്നും അങ്ങനെ വലിയാളാകണ്ട എന്നുള്ള തരത്തിൽ കേരളത്തെ മൊത്തത്തിൽ അങ്ങ് ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇവറ്റകളുടെ കൂടെ കൂടിയിട്ട് ശ്രമിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്നിപ്പോൾ ഭയങ്കര വാഗ്ദോതമാണ്. അതായത് കേരളത്തിൽ ഇത് നടക്കുന്നതാണ്, കേരളത്തിൽ ഞാൻ കണ്ടിട്ടുണ്ട്, എൻ്റെ മുന്നിൽ കണ്ടിട്ടുണ്ട് എന്ന്. ഇതിന് മുന്നേ നമുക്ക് എല്ലാവർക്കും അറിയാം, ലക്ഷ്മി നല്ലതും കൊടുത്തിട്ടുണ്ട്, ലക്ഷ്മി മേനോൻ. അതിന് ലക്ഷ്മിക്ക് നല്ല രീതിയിൽ കമൻറ്റും വന്നിട്ടുണ്ട്, അതിനൊക്കെ അവർ മറുപടി കൊടുത്തിട്ടുണ്ട്. അപ്പം അങ്ങനെ പലതരത്തിലെന്ന് പറഞ്ഞാൽ നമ്മുടെ നാടിനെ മോശക്കാരാക്കാൻ വേണ്ടിയിട്ട് തുനിഞ്ഞ്, ഞാൻ പറഞ്ഞല്ലോ, ഈ രാഷ്ട്രീയമൊന്നും നമ്മൾ നോക്കാൻ പാടില്ല, ഒരു രാഷ്ട്രീയം നോക്കാൻ പാടില്ല. എല്ലാവരും പറയും എമ്പുരാനെ പോലെ ഇത് കണ്ടാൽ പോരെ, എമ്പുരാനായിട്ട് കണ്ട് എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ പൊന്നുമകൾ, എമ്പുരാൻ വേറെയാണ്. അതായത് എമ്പുരാൻ വേറെ, ഇത് വേറെ. എമ്പുരാൻ അങ്ങനെ ഒരു സ്ഥലത്തും പോയിട്ട് അങ്ങനെ പറയുന്നില്ല. പക്ഷെ ഇതങ്ങനെയാണോ? ഇത് കേരളത്തിൽ നടക്കാതെ പൊറോട്ടയും ബീഫും എന്തിനാണ് വന്ന് കൊണ്ടുപോകുന്നത്? അതാണ് എനിക്ക് മനസ്സിലാകാത്തത്. കാരണം കേരളത്തിൽ അങ്ങനെ ഒരു സംഭവം നടക്കൂല എന്ന് ഇവിടെ എല്ലാവർക്കും അറിയാം. നടക്കല്ലേ എന്ന് തന്നെയാണ് നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത്. കാരണം കേരളത്തിൽ അങ്ങനെ നടക്കാൻ പാടില്ല. നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഭിമാനം തന്നെയാണ്. ഇനി എന്തൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ നാട് എന്ന് പറഞ്ഞാൽ നമ്മളെ അഭിമാനം തന്നെയല്ലേ. അതായത് നമ്മളെ നാട്ടിൽ ഇത്രയും മതസൗഹാർദ്ദവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ, അതുപോലെ തന്നെ പ്രളയം പോലെയുള്ള പല കാര്യങ്ങളും വന്നിട്ടും നമ്മൾ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിൽ, അത് നമ്മുടെ നാടിൻ്റെ ഐക്യം കൊണ്ടാണെന്ന് ഞാൻ പറയുള്ളൂ. അത് തകരാൻ വേണ്ടിയിട്ട് ഒരു പൊന്നുമോനെ പോലും പിന്നെ എന്താ പറയേണ്ടത്, നമ്മൾ ഒരു പൊന്നുമോനെ പോലും നമ്മളതിന് പിന്നെ സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. ഒരു പൊന്നുമക്കളും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല. കാരണം ഒരു പൊന്നുമക്കളെ പോലും അത് അനുവദിക്കാനും പാടില്ല. അത്രേ എനിക്കുള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് നാ പിന്നെ കിടക്കട്ടെ എന്ന് പറഞ്ഞിട്ട് അങ്ങനെയല്ലല്ലോ ഒരു സംസ്ഥാനത്തെ, അതായത് ഒരു നാടിനെ നാറ്റിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ സുജിത്ത് ഭക്തൻ പറയുന്നത് എന്താ വെച്ചാൽ, ഇത് വിദേശ രാജ്യങ്ങളിൽ പോലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയൊക്കെ ഓരോ തിയേറ്ററുണ്ട്, അവരൊക്കെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നാടിനെ പറ്റിയിട്ട് എങ്ങനെയാണ് വിലയിരുത്തുക എന്ന് പറയാറുണ്ട്.
നമ്മുടെ നാടിനെ പറ്റി, അതായത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ എന്ന് പറഞ്ഞാൽ മറ്റു പല സംസ്ഥാനങ്ങളിലും പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് പോകാൻ ഭയമായിരുന്നു. കാരണം അവിടെ പോകരുത്, അവിടെ ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് ഒരുപാട് മാധ്യമങ്ങളിൽ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഇന്നിപ്പോഴെന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഭയം മാറിയിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇന്ന് അങ്ങനെ പറയുന്നതല്ലല്ലോ. ഇന്ന് നമ്മളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നെറ്റിൽ അടിച്ചു നോക്കുമ്പോഴേക്കും പല കാര്യങ്ങളും നമുക്ക് അറിയാൻ കഴിയും. അതുകൊണ്ട് തന്നെ മറ്റു സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന നമുക്ക് ഇന്നൊരു ഭയമേ അല്ല. അതുപോലെ തന്നെയാണ് കേരളവും. ഇവിടെ ഇപ്പോൾ ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞാൽ കാണാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പക്ഷേ മറ്റുള്ള, അതായത് ഈ നമ്മളെല്ലാവരും എന്ന് പറഞ്ഞാൽ നാണം കെടുന്ന രീതിയിലേക്കാണ് പോകാൻ പോകുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ഇതൊരിക്കലും ഈ ഒരു സിനിമ, ശരിക്കും പറഞ്ഞ് ഈ സിനിമ വേണ്ട നമുക്ക്. അത്രേ എനിക്ക് പറയാനുള്ളൂ. ഇതൊന്നും കണ്ടിട്ടൊന്നും ആരും പ്രോത്സാഹിപ്പിച്ചേക്കരുത് എന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് ഞാൻ പറഞ്ഞല്ലോ, സിനിമകൾക്കൊന്നും നമ്മൾ എതിരല്ല, പക്ഷേ ഒരു പുലബന്ധവും ഇല്ലാത്ത, ശരിക്കും പറഞ്ഞാൽ നിങ്ങളൊരു കാര്യം ചെയ്യും, സുജിത്ത് ഭക്തി എന്താ പറയുന്നതെന്ന് കേട്ടിട്ട് വാ. അത് കഴിഞ്ഞിട്ട് നമുക്ക് കുറച്ചും കൂടി സംസാരിക്കാം. നമസ്കാരം. കേരള സ്റ്റോറി ആണല്ലോ ഇപ്പോഴത്തെ വിഷയം. കേരള സ്റ്റോറിയെ പറ്റി എനിക്ക് ഞാനിപ്പോൾ യാത്ര ചെയ്യുന്ന രാജ്യത്തുണ്ടായ ഒരു അനുഭവം ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഇന്നത്തെ വീഡിയോ. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഉള്ളത് ഫിജി എന്ന് പറയുന്ന ഒരു പസഫിക് സമുദ്രത്തിലുള്ള ഒരു ദ്വീപ് രാഷ്ട്രത്തിലാണ്. ന്യൂസിലൻഡിൻ്റെ ഒക്കെ മുകളിലുള്ള ഒരു കുഞ്ഞു രാജ്യമാണ് ഫിജി എന്ന് പറയുന്നത്. ഈ രാജ്യത്ത് 40% വരുന്ന ആളുകൾ ഇന്ത്യക്കാരായിട്ടുള്ള ആളുകളാണ്. അതായത് 1800 കാലഘട്ടങ്ങൾ മുതൽ 1916 വരെ, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിക്കുന്നതിന് മുമ്പ് വരെ ഇന്ത്യയിൽ നിന്നും ബ്രിട്ടീഷുകാരാൽ ചൂഷണം ചെയ്യപ്പെട്ട ഇൻഡെൻജേർഡ് ലേബേഴ്സ് ആയിട്ട് ഇവിടെ എത്തിപ്പെട്ട ആൾക്കാരാണ് ഇവിടെയുള്ള 40% വരുന്ന ജനത. അതിൽ ഭൂരിഭാഗം ആൾക്കാരും സംസാരിക്കുന്നത് ഹിന്ദി ഭാഷയാണ്. ഈ രാജ്യത്ത് വന്നാൽ ഹിന്ദി ഭാഷ സംസാരിച്ച് നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ടുണ്ടാകാൻ പറ്റും. അപ്പോൾ കേരള സ്റ്റോറി എന്നുള്ളതാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നമ്മൾ ടി വിയിലും സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും കാണുന്ന ഒരു പ്രശ്നം. ശരിക്കും പറഞ്ഞാൽ കേരള സ്റ്റോറിനെ ഒരു പൊതുശല്യമായിട്ട് പ്രഖ്യാപിക്കേണ്ട ഒരു അവസ്ഥ അതിക്രമിച്ചു കഴിഞ്ഞു എന്ന് വേണമെങ്കിൽ പറയാം. കേരള സ്റ്റോറി 1 എന്ന് പറഞ്ഞ ആ ഒരു പടം ഞാൻ കണ്ടതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് അതിന് കേരള സ്റ്റോറി എന്നൊക്കെ പേര് കൊടുത്തത് അന്നേ എനിക്ക് ശരിക്കും ഒരു അമർഷമുണ്ടായിരുന്നു. അങ്ങനെയൊന്നും കേരളത്തിൽ നടക്കില്ല എന്ന് വിശ്വസിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. അങ്ങനെയൊന്നും കേരളത്തിൽ നടക്കത്തില്ല എന്നും അങ്ങനെയൊന്നും ഇല്ല. അതൊക്കെ വളരെ പ്രൊപ്പഗണ്ട മൂവിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിനിടയ്ക്കാണ് ഇപ്പോൾ കറക്റ്റ് ഇലക്ഷൻ വരുന്ന സമയത്ത് നോക്കിക്കണ്ട് കേരള സ്റ്റോറി 2 എന്ന് പറഞ്ഞ രീതിയിൽ അടുത്തൊരു പടം കൊണ്ടുവരുന്നത്. അങ്ങനെ കേരള സ്റ്റോറി 2 വരുന്നു, അതിൻ്റെ ട്രെയിലറൊക്കെ ഇറങ്ങുന്നു, പിന്നെ അതിൻ്റെ പത്രസമ്മേളനമൊക്കെ കാണുന്നു. ഒരു മലയാളിയുമായിട്ടൊരു ബന്ധം പോലും ഇല്ലാത്ത കുറച്ച് ആൾക്കാർ ആരൊക്കെയോ ചേർന്ന് ആ പടം ഒരു പ്രൊപ്പഗണ്ട മൂവിയായിട്ട് അവതരിപ്പിക്കാനായിട്ട് പോകുന്നു. അതിനെ തുടർന്ന് വിവാദങ്ങളുണ്ടാകുന്നു, കോടതിയിൽ ആളുകൾ കേസ് കൊടുക്കുന്നു, കോടതി ഇടപെടുന്നു. അങ്ങനെ ഒത്തിരി സംഭവങ്ങൾ അതിനെ തുടർന്ന് സംഭവിക്കുന്നു. ഈ ഒരു പടത്തെ പറ്റി പറയുന്നതിന് മുമ്പായിട്ട് നമുക്ക് ഈ പടത്തിൻ്റെ അണിയറ പ്രവർത്തകരെ പറ്റി ഒന്ന് നോക്കണമല്ലോ. കാരണം പടത്തിൻ്റെ അണിയറ പ്രവർത്തകരാണല്ലോ ഒരു പടം എത്രത്തോളം ആ ഒരു പടം പ്രൊപ്പഗണ്ടയാണോ ഏത് രീതിയിലാണോ എന്നൊക്കെ അവതരിപ്പിക്കുന്നതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ആൾക്കാർ. അപ്പോൾ ഇതിൻ്റെ ഡയറക്റ്റഡ് ബൈ എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ഒരു കാമാഖ്യ നാരായൺ സിംഗ് എന്ന് പറഞ്ഞ ഒരു വ്യക്തിയാണ്. കാമാഖ്യ നാരായൺ സിംഗിനെ പറ്റി വിക്കിപീഡിയയിൽ പോയി നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് അദ്ദേഹം ബോർ എന്ന് പറഞ്ഞ ഒരു സിനിമ സംവിധാനം ചെയ്തിട്ടുണ്ട്. 84 ഗുവാഹട്ടിയിൽ ജനിച്ച ഒരാളാണ് അദ്ദേഹം. ബോർ, പിന്നെ ജസ്റ്റിസ് ഡിലേഡ്, 10 Days സൗത്ത് ആഫ്രിക്ക എന്നൊക്കെ പറഞ്ഞ ആർട്ടിക്കിൾ 35 എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കുറച്ച് പടങ്ങളൊക്കെ അദ്ദേഹം സംവിധാനം ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് എഴുതിയത് വിപുൽ അമൃത്ലാൽ ഷാ, പിന്നെ അമർനാഥ് ഷാ എന്ന് പറഞ്ഞ 2 പേര് ചേർന്നാണ് ഈ ഒരു പടം എഴുതിയിരിക്കുന്നത്. പിന്നെ ഇത് പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നതും അദ്ദേഹം തന്നെയാണ്, വിപുൽ അമൃത്ലാൽ ഷാ. ഇതൊക്കെ ആരാണ് എന്താണെന്നൊന്നും എനിക്കറിയത്തില്ല. ഇത് ഞാൻ ആദ്യമായിട്ട് കേൾക്കുന്ന ആൾക്കാരാണ്. ഇവരൊക്കെ ആരാണെന്നാണ്. എന്താണേലും അങ്ങനെ കുറച്ച് ആൾക്കാരാണ് ഇതിൻ്റെ പുറകിൽ. എന്നാലും ഇവർക്കൊക്കെ എന്തിൻ്റെ കടിയാടാ നിനക്കൊക്കെ കേരള സ്റ്റോറി എന്നും പറഞ്ഞുകൊണ്ട് പേര് കൊടുക്കാൻ? സത്യം പറഞ്ഞാൽ ഇന്ന് ഫിജിയുടെ തലസ്ഥാന നഗരമായിട്ടുള്ള സുവ എന്ന് പറഞ്ഞ പട്ടണത്തിലൂടെ നടന്നു പോകുമ്പോൾ കേരള സ്റ്റോറി എന്ന് പറഞ്ഞൊരു ഫ്ലെക്സ് ഞാൻ അവിടെ കണ്ടപ്പോൾ എൻ്റെ തോലി ഉരിഞ്ഞു പോയി. അതായത് ഞാനിപ്പോൾ ഈ വീഡിയോ ചിത്രീകരിക്കുന്നത് 26 ഫെബ്രുവരി, ഇവിടെ വൈകിട്ട് 4:15. അപ്പോൾ ഞാനിന്ന് രാവിലെയാണ് ഞാനിത് കണ്ടത്. 27-ാം തീയതി മുതൽ നിങ്ങളുടെ തിയേറ്ററിൽ, ഏതൊരു തിയേറ്ററിൻ്റെ മുമ്പിൽ അതാണ് അതിൻ്റെ ഫ്ലക്സ് ഒട്ടിച്ച് വെച്ചിട്ടിരിക്കുന്നത്. എന്നിട്ട് 27-ാം തീയതി മുതൽ നാളെ മുതൽ നിങ്ങളുടെ മുമ്പിൽ തിയേറ്ററിൽ ഈ പടം പ്രദർശിപ്പിക്കുന്നു എന്നും പറഞ്ഞുകൊണ്ട് വലിയൊരു ഫ്ലക്സ് ഒക്കെ ഒട്ടിച്ച് വെച്ചിരിക്കുന്നു അവിടെ. കേരള സ്റ്റോറി 2 എന്നും പറഞ്ഞുകൊണ്ട്. എന്നിട്ട് അതിൻ്റെ താഴെ കുറേ ആൾക്കാരുടെ പേരും ഇതും സംഭവങ്ങളൊക്കെ എഴുതി വെച്ചിട്ടുണ്ട്. അത് ഹിന്ദിയിലാണ് അവർ കാണിക്കുന്നത്. എന്നിട്ട് വാച്ച് വിത്ത് ഇംഗ്ലീഷ് സബ് ടൈറ്റിൽസ് എന്നും പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കോ. നന്ദി, നമസ്കാരം.